നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വർക്കലയിൽ ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചുവന്ന ഷർട്ടുകാർ, അതായത് ഒരു പെൺകുട്ടിയെ പ്രതി പിടിച്ചു തള്ളുന്നു, രണ്ടാമത്തെ പെൺകുട്ടിയെയും പിടിച്ചു തള്ളാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിൽ ഒരു ചുവന്ന ഷർട്ടുകാരന്റെ ഒരു നിർണായക ഇടപെടലാണ് രണ്ടാമത്തെ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ചത്. മാത്രമല്ല, പ്രതിയെ കീഴടക്കാനും ഈ ചുവന്ന ഷർട്ടുകാരന്റെ ഒരു പ്രവർത്തനം സഹായകമായി. ഈ വ്യക്തി എവിടെ എന്ന അന്വേഷണമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ ഒരു വ്യക്തിയെ കണ്ടെത്താൻ സാധിച്ചു. ബീഹാർ സ്വദേശി ശങ്കർ പാസ്വാനാണ് ഈ ഒരു വ്യക്തി. അദ്ദേഹം ഈ ഒരു കേസിൽ പ്രധാന സാക്ഷിയായി മാറിയിരിക്കുകയാണ്. 2 തവണ യുവതികളുമായി പ്രതി വഴക്കിട്ടിരുന്നുവെന്ന് സാക്ഷിയായ ബീഹാർ സ്വദേശി ശങ്കർ പാസ്വാൻ പറഞ്ഞു. യുവതികൾ ഇരുന്നതിന്റെ എതിർവശത്ത് നിന്നാണ് സുരേഷ് കുമാർ സിഗരറ്റ് വലിച്ചത്. ഇവിടെ നിന്ന് വലിക്കാൻ പാടില്ലെന്ന് യുവതികൾ പറഞ്ഞു. ഇതേ ചൊല്ലി വഴക്കുണ്ടായെന്നും ശങ്കർ പറയുകയുണ്ടായി. വഴക്ക് കഴിഞ്ഞ് 15 മിനിറ്റിന് ശേഷം ട്രെയിനിലെ ഗാർഡ് ആ വഴി വന്നു. സുരേഷ് സിഗരറ്റ് വലിക്കുന്നത് ചോദ്യം ചെയ്തു. യുവതികൾ പരാതിപ്പെട്ടതുകൊണ്ടാണ് ഗാർഡ് എത്തിയതെന്ന് പ്രതി വിചാരിച്ചു. ഇതേ ചൊല്ലി വീണ്ടും തർക്കമുണ്ടായി. തുടർന്നാണ് ശ്രീകുട്ടിയെ പ്രതി തള്ളിയിട്ടത്. പിന്നീട് അർച്ചനയുമായി പ്രതി വഴക്കിട്ടു. അപ്പോഴാണ് താൻ അങ്ങോട്ട് ചെന്നതെന്നും ബീഹാർ സ്വദേശി വ്യക്തമാക്കി. ആ സമയം പ്രതിയുടെ കയ്യിൽ തൂങ്ങി നിൽക്കുകയായിരുന്നു അർച്ചന. പോലീസ് തന്നെ അന്വേഷിക്കുന്ന കാര്യം അറിഞ്ഞിരുന്നില്ല എന്നും ശങ്കർ പറഞ്ഞു. എന്തായാലും എന്താണ് താൻ അതിൻ്റെ അകത്ത് കണ്ടതെന്നടക്കമുള്ള കാര്യങ്ങൾ ശങ്കർ വ്യക്തമാക്കുകയുണ്ടായി. മാത്രമല്ല, കഴിഞ്ഞ ഈ ഒരു സംഭവം നടന്നിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ പിന്നിടുന്നു. അന്നു മുതൽ അന്വേഷിക്കുകയാണ് ആ ചുവന്ന ഷർട്ടുകാരനെ. അപ്പോൾ പക്ഷേ എവിടെയാണ് അദ്ദേഹം കണ്ടെത്താനാകാത്ത സാഹചര്യമായിരുന്നു. തന്നെ പോലീസ് അന്വേഷിക്കുന്ന കാര്യം തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് ശങ്കർ പറയുന്നത്. കൊച്ചുവേളി വ്യവസായ ഏരിയയിലെ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ശങ്കർ. ട്രെയിനിലെ ആക്രമണവും ശങ്കർ പാസ്വാന്റെ രക്ഷാപ്രവർത്തനവും വലിയ രീതിയിലുള്ള ശ്രദ്ധ നേടിയിരുന്നു. ഇതര സംസ്ഥാനക്കാരനായ ശങ്കർ ഇതൊന്നും പക്ഷെ അറിഞ്ഞിരുന്നില്ല. അതായത് തന്റെ ഇടപെടൽ ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ചതും പ്രതിയെ കീഴടക്കാൻ കഴിഞ്ഞതും മാത്രമല്ല, തന്നെ റെയിൽവേ അന്വേഷിക്കുന്നുണ്ട്, തനിക്ക് പാരിതോഷികം നൽകണം എന്നടക്കമുള്ള കാര്യങ്ങളൊന്നും താൻ അറിഞ്ഞിരുന്നില്ല എന്നാണ് ബീഹാർ സ്വദേശിയുടെ പ്രതികരണം. എന്തായാലും പോലീസ് മുന്നിൽ ശങ്കർ വരാതിരുന്നതും അതിനെക്കുറിച്ച് അറിയാതിരുന്നത് കൊണ്ട് തന്നെയാണ് CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ശങ്കർ പാസ്വാനെ പോലീസ് കണ്ടെത്തിയത്. റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയവരെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. കേരള എക്സ്പ്രസിന് വർക്കല കഴിഞ്ഞാൽ പേട്ടയിലും തിരുവനന്തപുരത്തുമാണ് സ്റ്റോപ്പുകൾ. അന്വേഷണത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ചുവന്ന ഷർട്ടുകാരൻ ഇറങ്ങിയത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണെന്ന് മനസ്സിലാക്കി. ഇവിടെ ഇറങ്ങിയ ഓട്ടോറിക്ഷയിൽ കയറുന്ന CCTV ദൃശ്യവും പോലീസിന് കിട്ടി. ഓട്ടോറിക്ഷ ഡ്രൈവറെ കണ്ടുപിടിക്കുകയായിരുന്നു അടുത്ത ദൗത്യം. രാത്രി സവാരിയായതിനാൽ തന്നെ ചുവന്ന ഷർട്ടിട്ട് ഒരാളെ കൊച്ചുവേളിയിൽ ഇറക്കിയത് ഓട്ടോ ഡ്രൈവർ ഓർത്തു വെച്ചിരുന്നു. ഇത് അന്വേഷണ സംഘത്തിന് കൂടുതൽ സഹായകരമായി മാറി. കൊച്ചുവേളി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ശങ്കറിനെ കണ്ടെത്താൻ സാധിച്ചത്. എന്തായാലും ശനിയാഴ്ച രാത്രിയോടെയാണ് ബീഹാർ സ്വദേശി ശങ്കർ പാസ്വാനെ കണ്ടെത്താൻ സാധിച്ചത്. കേസിൽ 2ാം സാക്ഷി കൂടിയാണ് ഇദ്ദേഹം. ശങ്കറിന്റെ സുഹൃത്തായ ബീഹാർ സ്വദേശി പപ്പുറാം 3ാം സാക്ഷിയാകും. ഇവർ കൊച്ചുവേളി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ തൊഴിലാളികളാണ്. പരിക്കേറ്റ ശ്രീകുട്ടിയുടെ സുഹൃത്തായ അർച്ചനയെ രക്ഷിച്ചതും അക്രമി സുരേഷിനെ കീഴടക്കിയതും ശങ്കറിന്റെ നേതൃത്വത്തിലാണ്. ഇദ്ദേഹത്തെ പിന്നീട് ട്രെയിനിൽ ആരും കണ്ടിരുന്നില്ല. എന്തായാലും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ വ്യക്തിയിലേക്ക് പോലീസിന് എത്താൻ സാധിച്ചത്. ശങ്കറിന്റെ ഫോട്ടോ കൊച്ചുവേളി പരിസരത്തെ കടകളിലും മറ്റും കാണിച്ച് അന്വേഷണം നടത്തിയിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇവരെ കണ്ടെത്താൻ സാധിച്ചതെന്നതും ഏറ്റവും ശ്രദ്ധേയം. അന്നത്തെ സംഭവം ശങ്കർ അന്വേഷണ സംഘത്തോട് വിശദീകരിച്ചു കഴിഞ്ഞു. ശ്രീകുട്ടിയെ തള്ളിയിട്ട സംഭവം നടന്ന് 1 കിലോമീറ്റർ കഴിഞ്ഞാണ് ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തിയത്. ശങ്കറും പപ്പുവും ട്രെയിനിൽ നിന്നിറങ്ങി ശ്രീകുട്ടിയെ തിരഞ്ഞെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീട് അവർ നടന്ന് റോഡിലെത്തി ഓട്ടോറിക്ഷ വിളിച്ച് താമസ സ്ഥലമായ കൊച്ചുവേളിയിലെത്തി. 13 വർഷമായി ശങ്കർ കൊച്ചുവേളി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ തൊഴിലാളിയാണ്. പപ്പു അടുത്തിടെയാണ് ജോലിയിൽ പ്രവേശിച്ചത്. ശ്രീകുട്ടിക്കൊപ്പമുണ്ടായിരുന്ന അർച്ചനയാണ് പ്രധാന സാക്ഷി. ശങ്കറിനെയും പപ്പുവിനെയും തിരിച്ചറിയൽ പരേഡിന് വിധേയരാക്കും. 3ാം സാക്ഷി പപ്പു സംഭവം കണ്ടിട്ടില്ല. നിലവിളി കേട്ട് ഓടി വന്ന് പ്രതിയെ കീഴ്പ്പെടുത്താൻ സഹായിക്കുകയായിരുന്നു. അർച്ചനയും ശങ്കറുമാണ് സംഭവം കണ്ട സാക്ഷികൾ. ശങ്കറിനെ ആദരിക്കുമെന്നും റെയിൽവേ പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലുള്ള പ്രതി സുരേഷിനെ സംഭവം നടന്ന കേരള എക്സ്പ്രസിലെ അതേ കോച്ചിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തിയപ്പോഴാണ് തെളിവെടുപ്പ് നടത്തിയത്. സുരേഷ് ബോഗിയിൽ പ്രവേശിച്ചത് മുതലുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. സംഭവം അന്വേഷണ സംഘം പുനരാവിഷ്കരിച്ചു. കോച്ചിന്റെ ഒരു ഭാഗത്തെ വാതിലിൽ ശ്രീകുട്ടിയും അർച്ചനയും ഇരുന്നതുപോലെ 2 പോലീസുകാരെ ഇരുത്തിയാണ് സംഭവം പുനരാവിഷ്കരിച്ചത്. പ്രതി സുരേഷ് ശ്രീകുട്ടി എങ്ങനെയാണ് ചവിട്ടിയതെന്ന് അന്വേഷണ സംഘത്തിന് കാണിച്ചു കൊടുത്തു. എന്നാൽ നിർണായകമായ തെളിവെടുപ്പൊക്കെ നടന്നിരിക്കുകയാണ്. കൊച്ചി വേളി ഭാഗങ്ങളിൽ തെളിവെടുപ്പ് നടത്തി തിരികെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പ്രതിയെ നൽകാൻ ഒരുങ്ങുകയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പെൺകുട്ടി. പെൺകുട്ടിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. നവംബർ 2-ന് ട്രെയിനിൽ പുകവലിക്കുന്നതിന് ചോദ്യം ചെയ്തതിന് പിന്നാലെയായിരുന്നു സംഭവം അരങ്ങേറിയത്. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നിയോഗിച്ച സമിതിയാണ് ജയിലിൽ തെളിവെടുപ്പ് നടത്തുന്നത്. അതിക്രമം നടന്ന അതേ ട്രെയിനിൽ ഇയാളുമായി സഞ്ചരിച്ചാണ് അന്വേഷണ സംഘം
തെളിവെടുപ്പ് നടത്തിയത്. നവംബർ 2-നായിരുന്നു സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. പുകവലിക്കുന്നത് ചോദ്യം ചെയ്തതിന് കേരള എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിലെ വാതിലിന് സമീപത്ത് നിന്ന് ശ്രീകുട്ടിയെ പ്രതി സുരേഷ് കുമാർ പുറത്തേക്ക് ചവിട്ടി വീഴ്ത്തുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് അർച്ചനയും തള്ളിയിടാൻ ശ്രമിച്ചു. സംഭവം നടന്ന ബോഗിയിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കാര്യം വ്യക്തമാണ്. ഇയാൾ പെൺകുട്ടിയെ പിടിച്ച് തള്ളുകയായിരുന്നു. ശേഷം സുഹൃത്തിനെയും പിടിച്ച് തള്ളാൻ ശ്രമിച്ചു. പക്ഷേ ഇതിനിടയിൽ മറ്റ് യാത്രക്കാർ, അതായത് ചുവന്ന ഷർട്ടുകാരൻ അടക്കമുള്ളവർ വന്ന് ആ പ്രതിയെ കീഴടക്കുകയും രണ്ടാമത്തെ പെൺകുട്ടിയെയും രക്ഷിക്കുകയും ചെയ്തു. CCTV ദൃശ്യങ്ങളാണ് ഏറ്റവും നിർണായകമായി മാറിയത്. പ്രതിയായ സുരേഷ് രണ്ടാമത്തെ പെൺകുട്ടിയെ കൂടി ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ രക്ഷപ്പെടുന്ന കാര്യങ്ങളൊക്കെ ദൃശ്യങ്ങളിലുണ്ടായിരുന്നു. പ്രതി രണ്ടാമത്തെ പെൺകുട്ടിയെ ആക്രമിക്കാൻ ഒരുങ്ങിയപ്പോൾ ബീഹാർ സ്വദേശി ഓടിയെത്തി തന്റെ ജീവൻ പണയപ്പെടുത്തി ഒറ്റക്കൈ കൊണ്ടാണ് ട്രെയിനിലേക്ക് പെൺകുട്ടിയെ തിരികെ കയറ്റിയത്, അക്രമിയെ കീഴ്പ്പെടുത്തിയത്. ഇതിന്റെ അടക്കം CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയുണ്ടായി. എന്തായാലും ഈ ഒരു വർക്കലയിൽ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് ആക്രമിച്ച പ്രതി യാത്ര തുടങ്ങും മുമ്പ് ബാറിൽ കയറി മദ്യപിച്ചതിന്റെ തെളിവുകൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. കേരള എക്സ്പ്രസിൽ കയറും മുൻപ് സുരേഷ് കുമാർ കോട്ടയത്തെ ബാറിൽ നിന്ന് മദ്യപിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. കോട്ടയത്ത് നിന്ന് ട്രെയിനിൽ കയറിയ പ്രതി വർക്കലയിൽ വെച്ച് 19-കാരിയായ ശ്രീകുട്ടിയെ ട്രെയിനിൽ നിന്ന് ചവിട്ടി പുറത്തിടുകയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ശ്രീകുട്ടിയുടെ നില ഒക്കെ ഗുരുതരമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അപകട നിലയൊക്കെ പെൺകുട്ടി തരണം ചെയ്തിട്ടുണ്ട്. എന്നാലും പ്രതിയുടെ തിരിച്ചറിയൽ പരേഡ് അടക്കമുള്ളവ നടത്തിയിട്ടുണ്ട്. ആക്രമണത്തിനിരയായ പെൺകുട്ടിയുടെ സുഹൃത്ത് അർച്ചന പ്രതി സുരേഷിനെ തിരിച്ചറിഞ്ഞിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ ജയിലിലായിരുന്നു തിരിച്ചറിയൽ പരേഡ് നടന്നത്. തമ്പാനൂർ റെയിൽവേ പോലീസാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് സുരേഷ് കുമാർ. അർച്ചനയെ ജയിലിൽ എത്തിച്ചാണ് തിരിച്ചറിയൽ പരേഡ് നടത്തിയത്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് വിവരം. എന്തായാലും പെൺകുട്ടിയെ ആക്രമിച്ചത് പുകവലി ചോദ്യം ചെയ്തതിനെന്നാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ട്. പുകവലിക്കുന്നത് പരാതിപ്പെടുമെന്ന് പറഞ്ഞത് പ്രതിയെ പ്രകോപിപ്പിച്ചു. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ ആക്രമിച്ചതാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാണ്. ട്രെയിനിൽ നിന്ന് തെറിച്ചു വീണ് പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന പാലോട് സ്വദേശിനിയായ ശ്രീകുട്ടിയും സുഹൃത്ത് അർച്ചനയും ട്രെയിനിനുള്ളിൽ സുരേഷ് കുമാറുമായി തർക്കിക്കുന്നതടക്കമുള്ള കാര്യങ്ങളും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്തായാലും പ്രതി സുരേഷ് തന്നെയാണെന്ന് വളരെ വേഗത്തിൽ സ്ഥിരീകരിക്കാൻ സാധിച്ചു. CCTV ദൃശ്യങ്ങൾ വളരെ നിർണായകമായി മാറി. എന്തായാലും പെൺകുട്ടികളെ തക്ക സമയത്ത് രക്ഷിച്ച വ്യക്തിയെ കണ്ടെത്താനായി ഇനി പെൺകുട്ടിയുടെ നില കുറച്ചുകൂടി ഭേദമാകേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.